Morning. Good morning, sir. എന്തായിരുന്നു ഡേറ്റ്? ഇത് പറ്റി കാരണമൊന്നുമില്ല. എല്ലാവരും വരാൻ ഒരു ലേറ്റ്. ക്ലാസ് ഏതായിരുന്നു? ഉണ്ടായിരുന്നോ ക്ലാസ്? ഇല്ലായിരുന്നു സാറേ. ഏതായിരുന്നു വേണ്ടത്? മാത്സോ? ഏതാ മാത്സോ? മാത്സ് എടുത്തോ? ഓക്കെ. ഇന്നലത്തെ ക്വിസ് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? ഫീഡ്ബാക്ക് എന്താണ്? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയോ? ഓപ്പൺ ആവാൻ കുറെ ടൈം എടുത്തു. അതെന്താ? അത് എന്താന്നറിയില്ല, ഓപ്പൺ ആയില്ല. ഒരു 2:45 ആയപ്പോ ഓപ്പൺ ആയ. ഓപ്പൺ ആയില്ല എന്ന് വെച്ചാൽ ഓപ്പൺ ആവാതിരിക്കാൻ വേറെ ഇതല്ല. കാരണം അതൊരു ഗൂഗിൾ ഫോം തന്നെയാണ്. ഓപ്പൺ ആവാതിരിക്കാൻ കാര്യമില്ല. നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്വർക്ക് ഇഷ്യൂ ആവാനോ സാധ്യതയുണ്ട്. ഗൂഗിൾ ഫോം നമ്മൾ ഇതിനകത്ത് വേറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. എന്തായാലും 3:15 വരെ ടൈം തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. 15 മിനിറ്റ് അഡീഷണൽ ടൈം ഞാൻ അത് വെച്ചിട്ടാണ് തന്നത്. കാരണം എന്തെങ്കിലും ഡിലേ വന്നാൽ, കാരണം അത് പല ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ ഓരോന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ചിലപ്പോൾ 1-2 മിനിറ്റിന്റെ, അതായത് പോസ്റ്റിംഗ് അവിടെ വരാനായിട്ട് 1-2 മിനിറ്റിന്റെ ദിവസം കാണും. അത് അതിലെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ടഫായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് അതിൻ്റെ അകത്ത് വിഷയമൊന്നുമില്ല. ഞാൻ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ കുറച്ച് പേര് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് വിചാരിച്ച ആ ലെവലില് ആൻസറിങ് വന്നിട്ടുമില്ല. അതിൻ്റെ അകത്ത് ഞാൻ ഒരേ ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും തന്നത്. ആകെ ഡാറ്റ മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട ഡാറ്റ മാത്രം ഡിഫറൻ്റ് ആയിട്ട് സെറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ആവശ്യമായിരുന്നു. കാരണം കുറച്ച് പേരെങ്കിലും അത് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ നോർമലി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേര് അത് അറ്റംപ്റ്റ് ചെയ്യും. ബാക്കിയുള്ളവരെല്ലാം അവസാനം ആൻസർ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൻ്റെ അകത്ത് 5 മിനിറ്റിന്റെ അവകാശം മതി നമുക്ക് ആൻസർ കിട്ടിയാൽ മാർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 10-11 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല ഡാറ്റ വെച്ചിട്ട് അത് റാൻഡം ആയിട്ടാണ് അത് നമ്പറിങ്ങും സെലക്ട് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ അകത്ത് കുറേയധികം പേരെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അറ്റംപ്റ്റിന് വേണ്ടിയിട്ടാണത്. അതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അസൈൻമെന്റ് എനിക്ക് തോന്നുന്നത് അതൊരു ഗ്രേഡിംഗ് എന്നുള്ള രീതിയിലാണ് എടുത്തോളാം. മാക്സിമം മാർക്ക് വരുന്നത് ലെവൽ അതനുസരിച്ച് ഗ്രേഡ് ചെയ്ത് എൻ്റെ മാർക്ക് 10 മാർക്കിലാണ്, 20 മാർക്കിലാണ് നമുക്ക് ഒരു അസൈൻമെന്റ് വരുന്നത്. അത് 10 കൺവേർട്ട് ചെയ്ത് ഗ്രേഡിംഗ് നടത്തിയിട്ട് എടുക്കും. For the time being, let us move on to the topic of discussion, which was Pelton turbine force and efficiency equations ഒക്കെ നമ്മൾ വർക്ക് ഡൺ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So towards the end of the session we have seen an alternative expression for Euler's equation. ഇവിടെ അല്ലേ നിർത്തിയത് നമ്മൾ ഇന്നലെ? ഈക്വേഷന്റെ ഡെറിവേഷൻ അല്ലേ അവസാനം എടുത്തേ? ഹലോ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും ആരെങ്കിലും ഒക്കെ? ഓക്കെ. So now let us continue with the remaining topic.
അതിന്റെ ഒന്ന് രണ്ട് ഇക്വേഷൻസും കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടി നമുക്കിന്ന് കഴിഞ്ഞാല് ഐ തിങ്ക് ദാറ്റ് ടോപ്പിക് will be over. Melting turbine topic ഇന്നും കൊണ്ട് തീർക്കാം. So one more topic remaining in the first unit is Kepler. അത് next day അതും കൂടി finish ചെയ്താൽ then we can attempt the tutorials on these two. So this was the final equation what you got yesterday, which we consider as an alternative expression for the Euler equation. Euler equation എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ ഓയിലർ ഇക്വേഷൻ. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ആ എക്സ്പ്രഷൻ എന്താണ്? വാട്ട് ഈസ് ദാറ്റ് എക്സ്പ്രഷൻ? എക്സ്പ്രഷൻ എന്താണത്? എന്തിന്റെ ഇക്വേഷൻ ആണത്? വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് ആണ് സർ. ഓക്കെ, ദാറ്റ് ഈസ് ദി വർക്ക് ഡൺ പെർ സെക്കൻഡ്, ഓർ യു ക്യാൻ സേ പവർ. ആൻഡ് പവർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ആ ഇക്വേഷൻ ആണ് സ്പെസിഫിക്കലി ഫോർ യൂണിറ്റ് വെയിറ്റ്. അല്ലെങ്കിൽ നോർമലി നമ്മൾ റോ എ വൺ നമ്മൾ രീതിയിൽ പറയുന്നു. റോ എ വി1 ഇൻറ്റു VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2 എന്നൊരു ജനറൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഓയിലർ ഇക്വേഷൻ. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് ആക്ച്വലി ദി വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ്. ഇഫ് യു കൺസിഡർ ദി യൂണിറ്റ് വെയിറ്റ് ആക്ടിങ്, so that work the power generated per unit weight is calculated using that expression. അപ്പോൾ അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ മൂന്ന് ടേംസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഫൈനൽ എക്സ്പ്രഷൻ ഈസ് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ ബൈ 2G പ്ലസ് VR2 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ ബൈ 2G. ഈ മൂന്ന് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്, ഇത് മൂന്ന് ടേംസ് എന്ന് പറയുന്നത്, ഇതിൽ ഓരോ ടേമും ഓരോ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നതാണ്. എന്ന് വെച്ചാൽ V1 V2 എന്ന് പറയുന്നത് എന്താണ്? ടർബൈൻ ബ്ലേഡ്സിലെ ഉള്ള ഇൻലെറ്റ് എക്സിറ്റിലെ അബ്സല്യൂട്ട് വെലോസിറ്റി കമ്പോണൻസ്. അബ്സല്യൂട്ട് വെലോസിറ്റി ആണ് V1 V2. സോ ദാറ്റ് ഡിഫറൻസ് ഇസ് ദി കൈനറ്റിക് എനർജി. അതിന്റെ കൈനറ്റിക് എനർജി ഡിഫറൻസ്, കൈനറ്റിക് ഹെഡ് can say, when you say in terms of head, this is the difference in kinetic head. That means this corresponds to the dynamic action. This is the impulse effect. This term is called the dynamic head. V1 square minus V2 square by 2G. So this is the dynamic head. ഫ്ലോയിലുള്ള വെലോസിറ്റി ചേഞ്ച് വരുന്നത്. Then U1 U2 സെക്കൻഡ് ടേം എന്ന് പറയുന്നത് U1 U2 ആക്ച്വലി ഇത് ബക്കറ്റ് സ്പീഡ്, ബക്കറ്റ് ആണ് ഇവിടെ മെയിൻ സ്പീഡ്. അപ്പൊ അതിന്റെ പെരിഫറൽ സ്പീഡ്, റണ്ണറിന്റെ പെരിഫറൽ സ്പീഡ് എന്ന് പറയാൻ രീതി പറയും. ആ പെരിഫറൽ സ്പീഡ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയമീറ്റർ. റേഡിയൽ ഫ്ലോ മെഷീൻസ് ആണ്. സോ ഇറ്റ് ഡിസ്റ്റൻസ് ദി റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രോം ദ സെന്റർ. സോ ദാറ്റ് term called the centrifugal action, centrifugal head, the second term. But the centrifugal effect എന്നൊക്കെ നമ്മൾ പറഞ്ഞു. So this term, second term is the centrifugal head. And the third term, VR2 square minus VR1 square by 2G. Actually ബാക്കി എല്ലാ ടേമും നോക്കി നമ്മൾ V1 1 2, അതായത് കൈനറ്റിക് എനർജി ആണെങ്കിൽ V1 V2 എന്ന് പറയുന്നത് V1 ഗ്രേറ്റർ ദാൻ V2, U1 U2 ഇൻവേർട്ട് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആകുമ്പോൾ U1 ഗ്രേറ്റർ ദാൻ U2. So when it comes for the third term, you can see it is 2 minus 1 എന്നുള്ള, അതായത് VR2 square minus VR1 square by 2G എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ VR2 VR1 എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ്. That means there is relative velocity increases. Relative velocity of the fluid increases when it flows over the turbine runner. So that increase is due to what? Relative velocity കൂടാൻ കാരണം എന്താണ്? ഇതിന്റെ റീസൺ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ. This is actually, here we have acceleration, അല്ലേ? വെലോസിറ്റി കൂടുന്നതിന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. So this third term is called acceleration head. So this is the acceleration head, and this acceleration head is due to what we
all is due to the reaction pressure. When it flows over the turbine runner blade, pressure decreases. Static pressure inlet exit vary cheyana. Inlet have higher pressure. When it reaches the exit of the turbine runner blade, static pressure decreases. So corresponding to the static pressure variation, the flow relative velocity increases. So this is the third term. We call it as acceleration. So the dynamic, so total Euler head. ഇതിനെ നമുക്ക് Euler head എന്ന് പറയാം. ഈ ഒരു ടേമിന് റണ്ണർ ഹെഡ് എന്നോ Euler head എന്നോ പറയാം ഇതിനെ. So this is Euler's head. Or sometime some textbooks they have mentioned it as runner head. So the runner head or Euler's head is sum of dynamic head plus centrifugal head plus acceleration head. अब ये ഒരു expression കൂടി നമ്മൾ ഓർത്തു വെക്കുക when it comes for when you analyze the reaction turbines. Now let us move on to the term called degree of reaction. Degree of reaction already കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തതാണ്. അതിന്റെ ഒരു റേഷ്യോ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. എന്താണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്? Just now I told when we consider the reaction turbines, the rotation of the runner is caused by the combined action of impulse action as well as reaction pressure. നമ്മൾ റിയാക്ഷൻ ടർബൈൻ ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ എന്നാണ് ആക്ച്വലി അതിനെ പറയുന്നത്. ഇമ്പൾസ് റിയാക്ഷൻ എന്ന് പറയാൻ കാരണം രണ്ട് എഫക്റ്റും അതിൻ്റെ അകത്ത് കാണും. അതെന്താണ് എങ്ങനെയാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. എന്താണ് റിയാക്ഷൻ പ്രഷർ എന്ന് പറയുന്നത്? ആ പ്രഷർ ഡിഫറൻസ്, ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് പ്രഷറിലുള്ള ഡിഫറൻസ് കൊണ്ട് that results in a lift force that we have seen in the previous class on either side of the that aerofoil shaped vane. We have on one side എന്താണ് അതിന്റെ ഹൈ പ്രഷർ സൈഡും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതിന്റെ ലോ പ്രഷർ സൈഡും ആയിരിക്കും. സോ ദാറ്റ് results in a lift force which causes the rotation of the runner. So in addition to that, we have the impulse action which is caused by that cup shaped bottom of the runner vanes. So that causes the impulse force. So that also contribute to the what you call the rotation of the runner. അപ്പോൾ പവർ ജനറേഷൻ രണ്ട് പാർട്ടും വരുമ്പോൾ അതിന്റെ റിലേറ്റീവ് പ്രൊപ്പോർഷൻ നമ്മൾ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം റിയാക്ഷൻ എത്ര ഇതിൽ ഏതാണ് കൂടുതൽ ഡോമിനന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു ടേം ഡിഫൈൻ ചെയ്തതാണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഡെഫിനിഷൻ യു ക്യാൻ റീഡ് ഓൾറെഡി ഐ എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ്. സോ ദാറ്റ് യു ക്യാൻ ഡിഫൈൻ ആസ് ദ പ്രഷർ എനർജി ചേഞ്ച് ഇൻസൈഡ് ദ റണ്ണർ ഫോർ യൂണിറ്റ് വെയിറ്റ്. അത് ഹെഡിന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഇന്നിപ്പോ per unit weight അല്ലെങ്കിൽ നമുക്ക് എനർജി ചേഞ്ച് ജസ്റ്റ് പറഞ്ഞാലും മതി, ആ രീതി പറഞ്ഞാലും എനർജി ചേഞ്ച് ഇൻ ദ റോട്ടർ ഡ്യൂ ടു പ്രഷർ വേരിയേഷൻ ഡിവൈഡഡ് ബൈ total energy change, you can say. So the energy change in the rotor due to pressure change divided by total energy change. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ യൂണിറ്റ് വെയിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ചേഞ്ച് ഇൻ പ്രഷർ ഇൻസൈഡ് ദ റണ്ണർ per unit weight divided by change of total energy inside the runner per unit weight. അപ്പൊ അത് എങ്ങനെയാണ് കാണുന്നത്? ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നോക്കുക. ഡിഗ്രി ഓഫ് റിയാക്ഷൻ യു ഹാവ് റിട്ടൺ ആസ് പ്രഷർ ചേഞ്ച്. പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എഴുതുന്നത് നിങ്ങൾക്ക് ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്, P by rho g. So this pressure, static pressure by rho into g. So this is the pressure head. So P1 എന്ന് പറയുമ്പോൾ അത് ഇൻലെറ്റിലെ പ്രഷറായി. P1 P2 എന്ന് പറയുന്നത് റണ്ണറിന്റെ ഇൻലെറ്റിലെ എക്സിറ്റിലെയും പ്രഷറാണ്. സോ P1 by rho g, P2 by rho g നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ ആണ്. P equal to h rho g. നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുള്ളതാണ്. പ്രഷർ ഈക്വൽ ടു h into rho g. So in terms of meters, when you express, you will say P by rho g. That is the pressure head. So the difference between the pressure head at inlet and exit. So that is the change in pressure energy per unit weight. So the denominator, so this term is the pressure head, change in pressure head in the rotor. And denominator എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഇതിന്റെ പവർ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത്, this equation denominator is the equation for
വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ്. ആ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ പവർ ജനറേറ്റഡ് പെർ യൂണിറ്റ് വെയിറ്റ് ആണ് this is the total energy. ആ റണ്ണറിന്റെ ടോട്ടൽ പവർ. So this is the total work done per second per unit weight. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ഡിനോമിനേറ്ററിന് രണ്ട് കമ്പോണന്റ് ആയിട്ട് നമുക്ക് പറയാം. ഒന്ന് ഇമ്പൾസ് ആക്ഷനും മറ്റേത് പ്രഷർ ആക്ഷനും. So the degree of reaction again we can, the values range from 0 to 1. The value of degree of reaction ranges from 0 to 1 and the value is equal to 0 for what? If you say R equal to 0, then what you can say is endana degree of reaction 0 ennu paranja endha paraya, the degree of reaction 0 means there is no pressure, reaction pressure, that is the entire power contribution, power is generated because of the impulse action. Similarly, R equal to 1, what do you mean? R equal to 1, if you say R equal to 1 means the pressure, it is 100% reaction power. There is impulse action is not at all significant. Entire power generated by the runner is because of the reaction pressure inside the reaction pressure inside the runner. So R equal to 0.5, if you say R equal to 0.5, that means it is a 50% reaction turbine. That means 50% is due to reaction pressure and the remaining 50% is due to impulse action. So that is how you specify the values of the degree of reaction. Now let us derive the expression for degree of reaction based on this Euler's equation. Adana first of all, what I have written here is I have applied the Bernoulli's equation between inlet and exit of the runner blade. So if total energy, either runner and the blade energy balance equation എഴുതിയിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ന്യൂമറേറ്റർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് ടോട്ടൽ എനർജി, അതായത് ടർബൈനിന്റെ റണ്ണർ ബ്ലേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ് പൊസസസ് ദ ടോട്ടൽ എനർജി ഓഫ് fluid is sum of the pressure energy plus kinetic energy plus potential energy. So this is the total energy of the fluid at inlet of the turbine blade. Then ഇതെന്ന് പറയുന്നത് ടർബൈൻ്റെ എക്സിറ്റിൽ വരുമ്പോൾ ദിസ് ഇസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ ഇത് രണ്ടും എനർജി ബാലൻസ് എഴുതുമ്പോൾ എന്ത് വരും, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, എനർജി അവിടെ എക്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. എക്സ്ട്രാക്ട് ചെയ്യുന്ന എനർജി എന്താണ്, ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന രണ്ട് ടേം എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ്, അതായത് P1 by rho g plus V1 square by 2g plus Z1. So this is the total energy at inlet of the turbine blade. Denominator right hand side first term P2 by rho g, round ചെയ്തിരിക്കുന്ന P2 by rho g plus V2 square by 2g plus Z2. This is the total energy of the fluid at the exit of the blade. ഇത് രണ്ടും അല്ല ഈക്വൽ. എക്സിറ്റ് ഇതുകൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താലേ എനർജി ബാലൻസ് ആവുള്ളൂ. In between inlet and exit, what happens? Inlet to exit ഇടയിൽ എന്താ സംഭവിക്കുന്നത്? When it flows over the turbine, what we have is this viscous energy is converted into useful form. Shaft ഇത്ര എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. So that means total energy of the fluid at inlet equal to total energy of the fluid at exit plus this Euler head. ഇത്രമാത്രം എനർജിയാണ് പവർ ആയിട്ട് വരുന്നത്. അതുകൂടി ആഡ് ചെയ്താലാണ് എനർജി. സോ ദിസ് ഇസ് ദി എനർജി ബാലൻസ് ഇക്വേഷൻ ഫോർ ദി ടർബൈൻ റണ്ണർ. Now we can use this equation to get the relation for R. ഇവിടെ നോക്കുക. For this assumption we have made, just to simplify it, we assume that there is no elevation difference. For the time being, let us say Z1 equal to Z2, so that we are neglecting the potential energy change. Inlet to exit തമ്മിൽ, ടർബൈൻ്റെ ഇൻലെറ്റും എക്സിറ്റും തമ്മിൽ അത് Z1 Z2 elevation difference എന്ന് പറയുന്നത് ബ്ലേഡിനെ സംബന്ധിച്ച് വളരെ നെഗ്ലിജിബിൾ ആണ്. So we can Z1 and Z2 we can neglect. So that means you have from this equation you can get this P1 by ഈ ടേം നമ്മൾ ആ ആറിന്റെ ഇക്വേഷനിലെ ന്യൂമറേറ്റർ, ഇത് ആറിന്റെ ഇക്വേഷൻ ന്യൂമറേറ്റർ ആണ്.
pressure head difference P1 by rho g minus P2 by rho g അത് ഈ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. So we let Z1 and Z2, then they modified that equation so that we have this equation for the pressure head difference P1 by rho g minus V2 by rho g എന്ന് പറയുന്നത് എന്ത് കിട്ടി? V2 square by 2g minus V1 square by 2g plus VW1 U1 plus VW2 U2 by the Euler head. Now let us ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ alternative expression പറഞ്ഞു. അതേതാണ് ഇത്? So this that you can substitute here. So we have substituted. So this is substituted. V1 VW1 U1 plus VW2 U2 by G is replaced by these three terms: sum of the dynamic head, centrifugal head, and the accelerating head. So substitute here. Substitute ചെയ്ത് കഴിയുമ്പോൾ you can see that here this term will get cancelled. ഇതും cancel ചെയ്ത് പോകും. Spend ചെയ്ത് കഴിയുമ്പോൾ ഇത് V2 square minus V1 square ആണ്. ഇവിടെ അത് V1 square minus V2 square. So these two terms will get cancelled. So that finally what we have is P1 by rho g minus P2 by rho g equal to sum of pressure head and accelerating head and centrifugal head. So that you can substitute in the degree of reaction equation. So degree of reaction is pressure head. So this is I have substituted here. So this is P2 minus P1 minus rho g by P2 by rho g ആണ് ഇത് numerator. Denominator മൂന്ന് ടേമും വരും. ഇത് Euler head ആണ്. So R. So you can cancel out this 2g. 2g numerator and denominator 2g common ആണ്. So that you can eliminate. And finally what we have is R equal to U1 square minus U2 square plus VR2 square minus VR1 square. Numerator is divided by denominator. We have all these three terms: V1 square minus V2 square plus U1 square minus U2 square plus VR2 square minus VR1 square. Now one more simplification you can do here. ഇതിനെ ഇവിടെ നോക്കുക, ഇവിടെ ആകെ ഈ രണ്ട് ടേം മാത്രമേ ഉള്ളൂ. അതിന് പകരം ഇവിടെ ചെയ്തേക്കെന്ന് വെച്ചാൽ ഈ ഒരു ടേം ആഡ് ചെയ്തു. V1 square minus V2 square എന്നുള്ളത് അഡീഷണൽ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നു. ആ ടേം സബ്സ്ട്രാക്ട് ചെയ്തു. ഈ ടേം ഇവിടെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ ടേം ആകുന്നു സബ്സ്ട്രാക്ട്. അപ്പോൾ അത് ആക്ച്വലി ആ ഇക്വേഷനിൽ അത് യാതൊരു മാറ്റം വരുത്തുന്നില്ല. So V1 square minus V2 square added here, the same term subtract here, so that this remains the same. എന്നിട്ട് ഇത്രയും ടേം നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇത്രയും ടേം ന്യൂമറേറ്റർ ഇവിടെ നോക്കട്ടെ, ഈ ഡിനോമിനേറ്റർ തന്നെയാണ് ഇവിടെ. ഇത്രയും ടേം കമ്പൈൻ ചെയ്ത് ഒരു ടേം ആക്കാം. So that this ratio now becomes 1. ഈ ഡിനോമിനേറ്റർ വെച്ച് രണ്ടിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ now this degree of reaction R equal to 1 minus ഇവിടെ വരുന്നത് ന്യൂമറേറ്ററിൽ ഇനി ന്യൂമറേറ്റർ വരുന്നത് V1 square minus V2 square by sum of these three terms. So this is the final expression, one final expression for degree of reaction. Equations ഒക്കെ ഓർത്ത് വെക്കുക, പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. So this is one expression for degree of reaction, R equal to 1 minus. So if we have the absolute velocity values, absolute velocities, then absolute velocity, then peripheral speed, and relative velocity values at inlet and exit, we can have this expression for degree of reaction. So this is one expression. Okay. Now let us have some simplification for different types of turbines. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു for Pelton turbine we have Pelton turbine കേസിൽ എന്താണ്? U1 U2 same, then VR2 VR1 is same. So that you see that equation, ഇത് രണ്ട് കേസും ട്രാൻസിഷൻ ടർബൈൻ ആണ്. അപ്പോൾ U1 U2 സെയിം ആകുമ്പോൾ ഈ ടേം 0 ആയി, ഈ ടേമും 0 ആയി. VR1 VR2 ഈക്വൽ ആണ്. Pelton ടർബൈൻ്റെ കേസ് രണ്ട് ഈക്വൽ ആണ്. So these terms will get cancelled, so that what we have is here 1 minus V1 square minus V2 square by 1 minus. So this results in 1 minus 1 equal to 0. Now
another simplification or another form, simplified form is for the case beta 90. Beta 90 വരുന്ന കേസ് നമ്മൾ പറഞ്ഞു എന്താണ് beta 90 എന്ന് പറയുന്നത് എക്സിറ്റിൽ work component velocity is 0, VW2 is 0. VW2 0 മാത്രമല്ല എക്സിറ്റിലെ V2 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നോക്കുക ഈ V2 same as VF2 ഫ്ലോ വെലോസിറ്റി തന്നെ അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ വെലോസിറ്റി ഈ V2 ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല അതാണ് VW2 0 എന്ന് പറയുന്നത് so V2 also equal to VF2 then another thing is VF1 and VF2 are equal because there is no change in the velocity of flow when it flows ഈ VF1 VF2 component എന്ന് പറയുന്നത് പവർ ജനറേറ്ററിലൊന്നും contribution ഇല്ലാത്ത component so it is flow velocity only so there is no change in the flow velocity component so that we can use to get another expression see v1 square minus v2 square ഇവിടെ നോക്കുക ഈ beta equal to 90 വരുന്ന കേസിലുള്ളതാണ് ഈ ഇക്വേഷൻ ആണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത് ഈ കണ്ടീഷനിലുള്ള ഇക്വേഷൻ ആണ് നമ്മൾ മോഡിഫൈഡ് ഫോം ചെയ്യാൻ പോകുന്നത് so now let us v1 square minus v2 square v1 square minus v2 square എന്ന് പറയുന്നത് v1 എന്ന് പറയുന്നത് എന്താണ് v1 VF1 into cosec alpha അതായത് നമ്മൾ ആ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്തായിരുന്നു ഇത് V1 this V1 this was VW1 ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ആണ് എക്സിറ്റ് അല്ല so this was VF1 so this triangle was alpha ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്തായിരുന്നു VW1 ആയിരുന്നു so sin alpha will be so from this equation you can write sin alpha will be VF1 by V1 or V1 will be V1 will be VF1 cos alpha VF by sin alpha that is VF1 by cosec alpha അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് so V1 square ന് പകരം I substituted in terms of VF cosec alpha square minus V2 നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ എക്സിറ്റ് വെലോസിറ്റിയിലെ എക്സിറ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് എക്സിറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് V2 എന്ന് പറയുന്നത് VF2 തന്നെയാണ് because VW2 0 ആണ് so that minus VF2 square now this apply this condition VF1 and VF2 are equal so let us substitute for VF2 I substituted VF1 then into so V1 square minus V2 square is now VF1 is now common you can take outside so VF1 square into cosec square alpha minus 1 now the geometry relation cosec square minus alpha minus 1 എന്ന് പറയുന്നതാണ് cot square alpha ആണ് so this V1 square minus V2 square is now VF1 square cot square alpha so this equation you can use now the work done per unit weight ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ ഇത് 0 ആണ് this term is 0 because VW2 0 ആയതുകൊണ്ട് so this term is now 0 so what you have is work done per second per unit weight is 1 by g into VW1 U1 VW1 എന്ന് പറയുന്നത് എന്താണ് VW1 again from this equation you can see tan alpha എന്ന് പറയുന്നത് എന്താണ് VF1 by VW1 or what we need is VW1 is VF1 by tan alpha no that is VF1 cot alpha so I have put here VW1 ഈ VW എന്ന് പകരം VF1 cot alpha substitute ചെയ്യാം now U1 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇത് വരത്തില്ലായിരുന്നു ഞാൻ so this is VR1 there so this much was U1 ഇതാണ് U1 എന്ന് പറയുന്നത് അപ്പോൾ U1 എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ടോട്ടൽ എടുക്കുക ടോട്ടലിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്താൽ മതി അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഇവിടെ നോക്കുക VF1 cot alpha so this much is VW1 so this U1 is VW1 minus
എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതി. ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ തീറ്റ. ദിസ് ആംഗിൾ ഇസ് തീറ്റ. ദിസ് ഇസ് തീറ്റ. സോ ദിസ് മച്ച് ലെറ്റ് us say x. ഈ x ആണെങ്കിൽ എന്തായിരിക്കും? tan തീറ്റ. Tan theta there is so that ഒന്ന് tan theta എടുത്താൽ tan theta എന്ന് പറയുന്നത് എന്തായിരിക്കും? vf1 by x. X will be vf1 cot theta. So അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ്. So u1 is this total vw1 ന് പകരം vf1 cot alpha ഇട്ടു minus x. X is cot theta. X is vf1 cot theta. So that substitution here vf1 cot theta. This vf1 is common, so that you can take outside. So what finally have is 1 by g vw1 u1 is equal to what? 1 by g vf1 square cot alpha into cot alpha minus cot theta. So this is the another relation. Now substitute in your final expression. Final expression ഏതാ? degree of reaction എന്ന് പറയുന്നത്. degree of reaction എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 minus v2 square minus v1 square by ഏതാണ്? 1 by g vw1 u1. So that is what we have done here. 1 square by 2. രണ്ടിടത്തും you cancel out the terms, and finally what we have is degree of reaction is R equal to simple equation 1 minus cot alpha by 2 into cot alpha minus cot theta. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് only when beta equal to 90 degree. beta 90 degree കേസ് വരുമ്പോൾ ഈ എക്സ്പ്രഷൻ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ആ വലിയ ഇക്വേഷൻ 1 minus v2 square minus v1 square എന്നുള്ള ഇക്വേഷൻ. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എഴുതിയേക്കുന്ന സിമ്പിൾ റിലേഷൻ ആണ് ഇത്. അപ്പൊ ഇത് ചിലപ്പോൾ അതായത് എക്സിറ്റില് ബീറ്റ ഈക്വൽ ടു 90 എന്ന് പറയുന്നത് എക്സിറ്റില് റേഡിയൽ ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഈ ഡിഗ്രി ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ടു ഗെറ്റ് ദി ഡിഗ്രി ഓഫ് റിയാക്ഷൻ വാല്യൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദി ഈസ് ഫോർ റേഡിയൽ മെഷീൻസ് വിത്ത് റേഡിയൽ ഡിസ്ചാർജ്. Now let us see a few working proportion for Francis turbine. നമ്മൾ നേരത്തെ പെൽറ്റൺ ടർബൈനിന്റെ ഡിസ്കസ് ചെയ്തപ്പോഴും ഇതുപോലെ കുറെ നോൺ ക്വാണ്ടിറ്റി സം സ്റ്റാൻഡേർഡ് range of values for the design we have considered there. So similar to that case, here also we have a few important working proportions. So you note down those important working proportions. Well, first one is ratio of width to diameter. Either okay, runner blade in the width b1 d1 എന്നൊക്കെ പറയുന്നത് അതിന് നമുക്കറിയാം എന്താണ് ഇത് ഇൻലെറ്റ് എക്സിറ്റ് ഡിഫറെന്റ് റേഡിയൽ ഡിസ്റ്റൻസിലാണ്. ഓരോ പോയിന്റും ബ്ലേഡിന്റെ വിഡ്ത്ത് ഇൻലെറ്റിലെ വിഡ്ത്ത് എക്സിറ്റിലെ വിഡ്ത്ത് ഒരേ യൂണിഫോം വിഡ്ത്ത് ഉള്ള ബ്ലേഡ് ആവണമെന്നില്ല. ദാറ്റ് വിൽ ബി ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദി റിക്വയർമെന്റ്. സോ ദി റേഷ്യോ b1 to d1, that means b1 is width of the blade at inlet to the diameter of the wheel at the inlet. So b1 by d1. So this is first ratio n equal to b1 by d1. So this b1 by d1 is one parameter that we need when you consider the design of Francis turbine. And if it is not specified, the value, if it is not specified in the question, you can assume the value within this range. So b1 by d1 the value തന്നിട്ടില്ല. If it is specified, you take that value. തന്നിട്ടില്ലെങ്കിൽ ഈ റേഷ്യോ ഓർത്തിരിക്കുക. 0.1 to 0.4 ആണ് ഫ്രാൻസിസ് ടർബൈന്റെ കേസിൽ. So if you can take 0.1, 0.2, 0.3, 0.4 or any value in between, that is acceptable. Then the second term is flow ratio. Flow ratio. To find the flow velocity vf1, inlet flow velocity vf1 by root of 2g h എന്ന് പറയുന്ന head. So this is the another parameter that you need to design a Francis turbine runner. So kf is flow coefficient. Its value തന്നിട്ടില്ലെങ്കിൽ you can
consider the value between this 0.15 and 0.3. And speed ratio, ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ടേം ആണ്. അതായത് കലക്ടർ ടർബൈൻ്റെ കേസ് ഡിഫൈൻ ചെയ്ത അതേ ഒരു ടേം ആണ്. സ്പീഡ് റേഷ്യോ വിച്ച് ഈസ് u by root 2 gh. പെരിഫറൽ സ്പീഡ് ബൈ റൂട്ട് u1. You can say u1. So that അതിന്റെ വാല്യൂ നമുക്ക് 0.6ഉം 0.9. മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ സ്പെസിഫിക് ആയിട്ട് പറയും. തന്നിട്ടില്ലെങ്കിൽ ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് മിസ്സിംഗ് ദെയർ യു ക്യാൻ അസ്യൂം എ വാല്യൂ which lies in this range 0.6 to 0.9. Now one more equation, that is the discharge. So നമ്മൾ അതിന്റെ ഡിസ്ചാർജ് കാണുന്നുണ്ടെങ്കിൽ we can use some equations here. So these notations you can note. d1 എന്ന് പറയുന്നത് ഡയമീറ്റർ, ഓൾറെഡി d1 d2 നമ്മൾ പറഞ്ഞതാണ്. എന്താണ് റണ്ണറിന്റെ ഇൻലെറ്റ് എക്സിറ്റ് ഡയമീറ്റേഴ്സ്, വീൽ ഡയമീറ്റേഴ്സ്. b1 b2 എന്ന് പറയുന്നത് ബ്ലേഡിന്റെ ഇൻലെറ്റ് എക്സിറ്റിലെ വിട്ട്. vf1 vf2 എന്ന് പറയുന്നത് ഫ്ലോ വെലോസിറ്റി കമ്പോണൻസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ്. n നമ്പർ ഓഫ് വെയിൻസ് ഓൺ ദ റണ്ണർ അതിന്റെ വീലിൽ എത്ര വെയിൻസ് വരുന്നു എന്നുള്ളത്. n t thickness of each vein. So the discharge you can calculate using this equation. Pi d1 b1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ അതിപ്പോ ഒരു വീൽ ഡയമീറ്റർ ഇത് വരുന്നുണ്ട്. ഇപ്പൊ ഇത് ദിസ് ഈസ് ദ വീൽ. അതിന്റെ പൈ ഡി എന്ന് പറയുന്നത് അതിന്റെ ഇതാണ്, എന്താ പെരിമീറ്റർ ആണ്. സോ ദാറ്റ് പെരിമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ b1. അപ്പൊ ഇതിന്റെ ഇൻലെറ്റ് വരുന്നത് ഔട്ടർ ഡയമീറ്റർ ആണ്. ഇൻഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണെങ്കിൽ ഇത് എടുക്കുക, ഔട്ട്വേർഡ് ആണെങ്കിൽ രണ്ട് ഏരിയ എടുക്കാം. കാരണം സെയിം ഫ്ലൂയിഡ് ആണ് ഇൻലെറ്റിലും എക്സിറ്റിലും വരുന്നത്. അപ്പൊ ഇൻലെറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ ഇൻലെറ്റിലെ ഫ്ലോ വെലോസിറ്റി കമ്പോണന്റ് എടുക്കുക, vf1 എടുക്കുക. ഔട്ടർ ഏരിയ ആണ് എടുക്കുന്നത്, ബ്ലേഡിന്റെ ഔട്ടർ പെരിഫറലുള്ള എക്സിറ്റിലെ ഏരിയ ആണ് എടുക്കുന്നതെങ്കിൽ എക്സിറ്റിലെ ഫ്ലോ വെലോസിറ്റി കമ്പോണന്റ് എടുക്കുക. So discharge through the runner blade is area at inlet multiplied by velocity, flow velocity. So pi d1 b1 into vf1 same as pi d2 b2 into vf2. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെയിന്റെ തിക്നെസ് കൺസിഡർ ചെയ്യാതെയുള്ള ഇക്വേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ റണ്ണർ വരുമ്പോൾ ഇവിടെ ഡിഫറെന്റ് വെയിൻസ് വിൽ ബി ഫിക്സ്ഡ് ചെയ്യാം അല്ലെ, പല വെയിൻസ് ഇതുപോലെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഫ്ലോ അകത്തോട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്, ഈ വെയിൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പൈ ഡി എന്ന് പറഞ്ഞാൽ മൊത്തം സർക്കിളിന്റെ പെരിമീറ്ററാണ്. പക്ഷെ ഈ വെയിൻ വരുന്ന പോയിന്റില് അതിന്റെ തിക്കായിട്ട് ഒരു പാർട്ട് കാണാം. അപ്പൊ ഇത് ആക്ച്വലി ഒരു ബ്ലോക്കേഡ് ആണ്. ഇത് ഫ്ലോ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇഫ് ദിസ് വെയിൻ തിക്നെസ് ഈസ് നെഗ്ലക്റ്റഡ്, ഓരോ എല്ലാ വെയിന്റെ തിക്നെസ് നെഗ്ലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓർ ഇഫ് യു ആർ ആസ്ക്ഡ് ടു കൺസിഡർ ദ തിക്നെസ് ഓഫ് ദ വെയിൻ, ദെൻ ദ ഫ്ലോ ഏരിയ വിൽ ബി മോഡിഫൈഡ്. ഇവിടെ നമുക്ക് ഫ്ലോ ഏരിയ ഇപ്പൊ നേരത്തെ പൈ ഡി ഇൻറ്റു b1 ആയിരുന്നു. ഈ ദ തിക്നെസ് ഓഫ് ദ വെയിൻ, കാരണം നമ്പർ ഓഫ് വെയിൻസ് കൂടുന്തോറും കൂടുതൽ വെയിൻസ് വരുമ്പോൾ n ഇൻറ്റു തിക്നെസ്, എത്ര തിക്കിലാണോ അവിടെ വരുന്നത്, ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ n. അപ്പൊ ടോട്ടൽ ഏരിയ അത്രയും ആ വിട്ട് നമുക്ക് അവൈലബിലിറ്റി കുറയും. പെരിമീറ്ററിന്റെ അത്രയും പെരിമീറ്ററിന്റെ ടോട്ടൽ ലെങ്ത്തിൽ ഡിക്രീസ് വരും. സോ ദാറ്റ് റെഡ്യൂസ്ഡ് ലെങ്ത് ഇസ് നൗ ടേക്കൺ പൈ d1 മൈനസ് nt. അപ്പൊ n എന്ന് പറയുന്ന നമ്പർ ഓഫ് വെയിൻസ്, t തിക്നെസ് ഓഫ് ദ വെയിൻ. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയും reduced area ആയിരിക്കും ആക്ച്വലി അവൈലബിൾ ഫ്ലോ. So pi d1 minus nt into b1. Or you can say എക്സിറ്റിലെ തിക്നെസ് ആണ് എടുക്കുന്നതെങ്കിൽ, അല്ല എക്സിറ്റിലെ ഏരിയ ആണ് എടുക്കുന്നതെങ്കിൽ pi d2 minus nt into b2, that into vf2. So this is the flow area. അപ്പൊ ഇത് ഈ രണ്ട് ഇക്വേഷൻസ്, മറ്റേ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ പറഞ്ഞത് without considering the thickness of the blade. Second equation, what just now I explained is the flow area equation or the discharge equation by considering the thickness of the vein. Okay. Now two more equations you can note down. On the head, the total head you can h എന്ന് തന്നിട്ടില്ലെങ്കിൽ, ഇപ്പൊ നമുക്ക് പ്രഷറിന്റെ ടേംസിലും വെലോസിറ്റി ടേംസിലും തന്നിട്ടുണ്ടെങ്കിൽ h കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ h is the total head of the turbine is pressure head plus velocity head. So P1 by rho g plus P1 square by 2g. So this is the expression for the total head of the turbine. So this equation sometimes
you may require to find the total head. P1 എന്ന് പറയുന്നത് ഇൻലെറ്റിലെ പ്രഷർ, P1 എന്ന് പറയുന്നത് ഇൻലെറ്റിലെ വെലോസിറ്റി. Then ഇതെല്ലാം നേരത്തെ പറഞ്ഞാണ്. റേഡിയൽ ഡിസ്ചാർജ് വരുന്ന കേസ് പറഞ്ഞതാണ്, VW20 ഇതെല്ലാം പറഞ്ഞ കേസാണ്. Now this expression you can use to relate the, അതായത് നമുക്ക് ഹെഡ് അറിയാം, ടർബൈൻ്റെ ടോട്ടൽ അവൈലബിൾ നെറ്റ് ഹെഡ് ആണ്, എച്ച് എന്ന് പറയുന്നത് നെറ്റ് ഹെഡ്. ഈ നെറ്റ് ഹെഡ് മൈനസ് V2²/2g. V2²/2g എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇത്ര എനർജി എന്ന് പറയുന്നത് ടർബൈൻ്റെ എക്സിറ്റിലെ വെലോസിറ്റി ആണ്. അത് യൂസ്ഫുൾ, അത് ടർബൈൻ്റെ എക്സിറ്റിൽ നിന്ന് പോകുന്ന പിന്നെ ഡെയിൽ ലൈഫിലോട്ടാണ്. ദറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ പവർ ജനറേഷൻ. അപ്പൊ അത്ര എനർജി ലോസ്റ്റ് ആണ്. whatever energy, what is the velocity corresponding, the energy corresponding to the exit velocity is lost actually. So the net head minus that lost head V2²/2g, that will be equal to Euler's head. ഈ ഒരു എക്സ്പ്രഷൻ കൂടി നമുക്ക് ചില സമയത്ത് യൂസ് ചെയ്യാൻ വരാറുണ്ട്. VW1 VW2U2 by, അതായത് നമ്മൾ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ യൂസ്ഫുൾ എനർജി, ഇത്രയും പവർ generated. So this power generated corresponding ആയിട്ടുള്ള ഹെഡ്, ഓയിലർ ഹെഡ്, that is equal to net head minus V2²/2. V2²/2g is the lost head. ടെയിൽ റേസിലോട്ട് പോകുന്ന വാട്ടറിന്റെ എനർജി, അത് പവറിൽ വരുന്നില്ല, അക്കൗണ്ടഡ് ആവുന്നില്ല. So net head minus V2²/2g is also equal to Euler's head. ഈ ഇക്വേഷൻസ് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അൺനോൺ നമുക്ക് സോൾവ് ചെയ്യാൻ കാണും പ്രോബ്ലത്തിൽ. അപ്പോൾ നമ്മൾ ആ പവറിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ പറ്റത്തില്ല, അതിന് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോംസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി സോൾവ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, now you have this comparison, നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കുറെ പോയിന്റ്സ് ടാബ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടതേ ഉള്ളൂ. ഫ്രാൻസിസ് ടർബൈനും പെൽറ്റൺ ടർബൈനും തമ്മിലുള്ള ഡിഫറൻസസ്, ഒന്ന് റിയാക്ഷൻ ടർബൈൻ ആണോ, ഒന്ന് ഇമ്പൾസ് ടർബൈൻ ആണോ, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. Francis turbine is a radial flow machine. Other one is a tangential. It's a high head turbine. It is a medium head turbine. A comparison ആണ്. You can read it and study. Okay. Then the Kaplan turbine that we will see in the next class. Okay. So with that, I am ending today's session. If you have any doubt, you can ask. Otherwise, let us see. Okay, so we will continue with another topic, that is, we will start Kaplan turbine topic the next class. Okay, then thank you. Thank you, sir.